ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ അതാ നമ്മളൊരു വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് ഒരു ലേഡിയുടെ പിക്ചർ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ പല ടൈപ്പിലുള്ള പിക്ചേഴ്സ് ഉണ്ടാവും. പിൻട്രസ്റ്റിലൊന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് കറക്റ്റായിട്ടുള്ള പിക്ചർ വേണമെങ്കിൽ ഞാൻ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഈ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനത് ഓൾറെഡി ഇതേപോലെ വരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാവുന്ന ഒരു പിക്ചറാണ് കേട്ടോ. ജസ്റ്റ് കഴുത്തും തലയിൽ ഒരു ഇതൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു പിക്ചർ കേട്ടോ. അപ്പോൾ അതൊരു ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതായത് നമ്മൾ എടുക്കുന്ന ബേസ് കളറിൻ്റെ കോൺട്രാസ്റ്റ് കളർ കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള കില്ലിംഗ് പേപ്പേഴ്സ് ഉണ്ടല്ലോ, പണ്ടൊക്കെ കമ്മലുണ്ടാക്കുന്നത്, അതായാലും മതി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ വരച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പിക്ചറിൻ്റെ അതേപോലെ തന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതില്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ബ്രഷിൽ ഗ്ലൂ എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈനിൽ മാത്രം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യരുത്. നമ്മൾ വരച്ച് കൊടുത്ത ആ ബേസ് ലൈനുകളിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഔട്ടർ ലുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നമ്മൾ കൊടുത്തിട്ട് നമ്മളുടെ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്ത് അത് ഇതിലോട്ട് ഇങ്ങനെ നേരെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഫ്ലാറ്റൺ ആയിട്ടല്ല ഒട്ടിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ വളവുകളൊക്കെ വരുന്നിടത്ത് നമ്മൾ കൈകൊണ്ട് വളച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. പേപ്പർ നമ്മൾ ആ ഒരു മെഷർമെൻറ്റ് ഏകദേശം എടുത്തിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ഈസി കേട്ടോ. ഫുള്ളായിട്ട് സ്ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ വേണം പേപ്പർ, മനസ്സിലായില്ല? ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കല്ല, നമ്മളിങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും നമ്മൾ ആ ഗ്ലൂ ഇട്ട് കൊടുത്ത് ആ ഒരു ഷേപ്പിലോട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് സൈസിലോട്ട് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഇങ്ങനെ വെച്ച് എക്സസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബോഡിയുടെ ഭാഗങ്ങളൊക്കെ എവിടെയാണ് ആ ഒരു വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മടക്കി കൊടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി വളരെ ഈസിയാണ്. നമ്മൾ ആ ഒരു മടക്കുകളൊക്കെ കറക്റ്റായിട്ട് വരണം. ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഷേപ്പുകളൊക്കെ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഫേസ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടായത്. ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് കിട്ടാനായിട്ട് ഒത്തിരി പണിയെടുത്തു കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ റൗണ്ടായിട്ട് ഞാൻ വെച്ച് കൊടുത്തു. റൗണ്ടായിട്ട് ഇതേപോലെ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ഫേസിൻ്റെ കണ്ടോ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു താഴെ വരുന്ന ഭാഗം ആ ഒരു നമ്മുടെ തടിയുടെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചൊന്ന് പിഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പം കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തപ്പോൾ ആ ഒരു മടക്ക് ഷേപ്പ് കിട്ടി കേട്ടോ. അതിനുശേഷം നമ്മുടെ ബോഡി ഭാഗങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഔട്ടർ ലുക്ക് നല്ല ഭംഗിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കല്ലേ കേട്ടോ. അതൊക്കെ വളരെ ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനൊക്കെയാണ് കേട്ടോ പുതിയ വീഡിയോസ് ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാതും ചെയ്തെടുക്കുകയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ആർട്ടാണ്. ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടെ വലുതാക്കി വരച്ചാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും. ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ഓരോ ഭാഗങ്ങൾ ചെയ്യട്ടോ. ഓരോരോ പീസസ് ആയിട്ട് വെച്ചിട്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോൾ മടക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരെണ്ണം വെച്ചിട്ട് പിന്നെ അടുത്ത് ചെയ്യാട്ടോ. ഇപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കഴുത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാലയുടെ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഒരു വൈറ്റ് പേൾസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് കളർ എടുക്കുന്ന ആ വൈറ്റ് കളർ ഉണ്ടല്ലോ, അതിന് പകരം നിങ്ങൾക്ക് ഏത് കളറും എടുക്കാം. പിന്നെ അതിലോട്ട് നമ്മൾ ഈ ഒരു പിക്ചർ ചെയ്യാൻ എടുക്കുന്ന കളർ വേറൊരു കോൺട്രാസ്റ്റ് കളർ എടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ലിപ്പിന് നമ്മൾ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഒരു ലിപ്പിൻ്റെ ഷേപ്പിലോട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരു ഷേപ്പ് ഒന്ന് കറക്റ്റ് ആയില്ല, വലിയ പെയിൻറ്റ് ബ്രഷ് എടുത്ത് കാരണം ഞാനത് ഇത് വെച്ചിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പറിൽ കുറച്ച് ചെറിയ പിക്ചറായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്ത് ഫ്രെയിമൊക്കെ ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും.